ലോകത്തിന്റെ പല ഭാഗത്തുള്ള നമ്മളെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ ഉടുക്കാൻ വസ്ത്രമില്ലാതെ സമപ്രായക്കാരായ കുട്ടികളോടൊത്ത് ഉല്ലസിക്കാനോ സ്കൂളിൽ പോയി പഠിക്കുന്നതിനുള്ള അവസരമില്ലാതെ സ്വന്തം മാനം രക്ഷിക്കാൻ കഴിയാതെ നരകയാതന അനുഭവിക്കുന്നു. യുദ്ധവും ദാരിദ്ര്യവും ആഭ്യന്തര കലഹവും തീവ്രവാദ പ്രവർത്തനങ്ങളും മൂലം എത്രയോ കുഞ്ഞുങ്ങളാണ് നാടുവിട്ട് അഭയാർത്ഥികളായി വലിയുന്നത്. ഇത്തരത്തിലുള്ളവരെ ഓർക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ വില നാം തിരിച്ചറിയേണ്ടത്. ഇരുന്ന് പഠിക്കാൻ ഇരുനില കെട്ടിടം, വായിച്ചു പഠിക്കാൻ പുസ്തകം, ഉടുക്കാൻ യൂണിഫോമും, കുട്ടികൾക്ക് വരാനും പോകാനുമുള്ള ബസ്, ടൈൽസ് പിടിച്ച ക്ലാസ് റൂമുകളും ഡൈനിങ് ഹാളും കമ്പ്യൂട്ടർ ലാബും, ഓരോ ക്ലാസ് മുറികളിലും പ്രത്യേകം സജ്ജമാക്കിയ ലൈബ്രറി, കളിക്കാൻ കളിസ്ഥലവും ജൈവവൈവിധ്യ പാർക്കും, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫർണിച്ചറുകൾ, മുട്ട, പാൽ എന്നീ പോഷകാഹാരങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ നമുക്കായി ചെയ്തു തന്നിട്ടുള്ളത്. അതിന് പുറമെ കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ വകയായി കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം കളിക്കോപ്പുകളും അഡ്വക്കേറ്റ് വളവത്ത് ജയപ്രകാശ് സാറിന്റെ സഹായത്തോടെ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം, ധനഞ്ജയൻ മജീദ് സാർ സ്കൂളിനെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ തരത്തിലുള്ള എൻഡോമെന്റുകൾ. വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്തു വരുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ആവശ്യപ്പെട്ടാൽ എന്ത് സഹായവും നൽകാൻ MLA-യും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും SSA-യും OSA-യും PTA-യും തയ്യാറായി നിൽക്കുന്നു. ഇത്രയും സൗകര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ചോദിക്കുന്ന പൈസ കൊടുത്തു കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ ചേർത്ത് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? തങ്ങളുടെ ആരോഗ്യം, അധ്വാനവും സമയവും സമ്പത്തും നമുക്കായി പൂർണ്ണമായി വിനിയോഗിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നവരാണ് നല്ല കളിക്കാരൻ. അതുപോലെ കിട്ടുന്ന അവസരങ്ങൾ അനുകൂല ഘടകമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി താനിരിക്കുന്ന ചില്ല ഒടിഞ്ഞു പോകുമോ എന്ന് ഭയക്കാറില്ല. കാരണം അത് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ മരക്കൊമ്പിലല്ല, തന്നെ ചിറകുകളിലാണ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഓരോ വർഷവും നമുക്ക് തിരിച്ചു കിട്ടാതെല്ലാം കടന്നുപോകും. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതിൽ നിന്നും അധ്യാപകരെ തടയരുത്. തെറ്റു കണ്ടാൽ ശാസിക്കണം, ശിക്ഷ നൽകണം. ആ ശിക്ഷ എന്തിനായിരുന്നുവെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. കുട്ടിയെ ഒന്ന് തല്ലിയതിന്റെ പേരിൽ, ശാസിച്ചതിന്റെ പേരിൽ വാലെടുത്ത് തുള്ളുന്നവരാകരുത് രക്ഷിതാക്കൾ. അധ്യാപകർ മാതാപിതാക്കൾക്ക് തുല്യരാണ്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ആപ്തവാക്യം. മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ കൈക്കണ്ട ദൈവങ്ങളാണ്. തങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളും വെല്ലിക്കൊടി പാലിച്ച് മിടുക്കരായി തീരുന്നത് കാണാനാണ് എല്ലാ അധ്യാപകരും ആഗ്രഹിക്കുന്നത്. സ്കോളർഷിപ്പ് എക്സാമിൽ നമ്മളെ വിജയികളാക്കാൻ തന്റെ ടീച്ചർ എത്രമാത്രം ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും അറിവ് പകർന്നു തരിക മാത്രമല്ല നമ്മുടെ അധ്യാപകർ ചെയ്യുന്നത്. അച്ചടക്കത്തോടെയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിന് അധ്യാപകർക്കുള്ള, പ്രത്യേകിച്ച് ബേബി ടീച്ചർക്കുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ്. 1ാം ക്ലാസ് മുതൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടാനും വിവിധ ക്വിസ് മത്സരങ്ങളിൽ വിജയിയാവാനും എന്നെ പ്രാപ്തിയാക്കിയത് ബേബി ടീച്ചറാണ്. ബേബി ടീച്ചർ കാണുമ്പോൾ ആദ്യമൊക്കെ പേര് തോന്നിയിരുന്നെങ്കിലും ക്ലാസ്സിൽ വൈകി വരുന്നവരെ കണ്ടുപിടി കാണിച്ച് പോലീസ് ആകുമ്പോഴും ഞങ്ങളെ ചേർത്ത് നിർത്തി വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ സ്നേഹം കൊടുക്കുന്ന അമ്മയായി മാറി. ഓടിക്കളിച്ചു വീഴും, മുറിവ് കച്ചുമ്പോൾ മുറിവ് കെട്ടിക്കൊടുത്ത് ഒരു നേഴ്സായി മാറി. തല്ലുകൂടുന്നവർക്കിടയിൽ നീതിപൂർവ്വം കൈകാര്യം ചെയ്തു വക്കീലും ജഡ്ജിയും ഒക്കെയായി മാറി. ബേബി ടീച്ചറോടുള്ള